ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഒരു കമ്പനിയെ നമ്മൾ എങ്ങനെയാണ് വിലയിരുത്തുക? കുറച്ചുനാൾ മുൻപ് വരെ അവരുടെ ലാഭം മാത്രം നോക്കിയാൽ മതിയായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഒരു കമ്പനി പരിസ്ഥിതിയോട് എങ്ങനെ പെരുമാറുന്നു, സമൂഹത്തോട് എങ്ങനെ ഇടപെടുന്നു, അവരുടെ ഉള്ളിലെ ഭരണം സുതാര്യമാണോ? ഈ ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരമാണ് ESG. അപ്പോൾ നമുക്ക് ബിസിനസിന്റെ ഈ പുതിയ ഭാഷയിലേക്ക് ഒന്ന് ആഴത്തിൽ ഇറങ്ങിച്ചെല്ലാം. അപ്പോൾ ഈ ഒരു യാത്രയിൽ നമ്മൾ എന്തൊക്കെയാണ് കാണാൻ പോകുന്നത് എന്നല്ലേ? ആദ്യം തന്നെ എന്തുകൊണ്ടാണ് ESG ഇത്രയധികം ചർച്ചയാവുന്നത് എന്ന് നോക്കാം. അതിനുശേഷം അതിന്റെ 3 തൂണുകളായ E, S, G എന്നിവയെ അടുത്തറിയാം. അവസാനം ഇതെല്ലാം കൂടി എങ്ങനെ ഒരുമിച്ചു വരുന്നു എന്നും നമുക്ക് കാണാം. ഒന്നാലോചിച്ച് നോക്കൂ, മുൻപൊക്കെ ഒരു കമ്പനി സക്സസ്ഫുൾ ആണോ എന്നറിയാൻ നമ്മളവരുടെ ലാഭകണക്കുകൾ മാത്രം നോക്കിയാൽ മതിയായിരുന്നു. പക്ഷേ കാലം മാറി. ഇന്ന് കാഴ്ചപ്പാട് മൊത്തത്തിൽ മാറിയിരിക്കുകയാണ്. ഒരു കമ്പനി എത്ര പണമുണ്ടാക്കുന്നു എന്നതിനേക്കാൾ അത് എങ്ങനെ ഉണ്ടാക്കുന്നു എന്നതിനാണ് കൂടുതൽ പ്രാധാന്യം. അപ്പോൾ എന്താണ് ഈ ESG റിപ്പോർട്ടിംഗ് എന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളായിട്ട് പറയാം. ഒരു കമ്പനി പരിസ്ഥിതിയോട് എങ്ങനെ പെരുമാറുന്നു, സമൂഹത്തോടെ എങ്ങനെ ഇടപെടുന്നു, പിന്നെ അവരുടെ ഉള്ളിലെ ഭരണം എങ്ങനെയാണ്, ഈ 3 കാര്യങ്ങളും തുറന്നു പറയുന്ന ഒരു രീതിയാണിത്. ഒരുതരം പ്രോഗ്രസ് റിപ്പോർട്ട് പോലെ. ഇതുവഴി ആ കമ്പനിയുടെ ഉള്ളിൽ എന്താണ് നടക്കുന്നതെന്ന് നമുക്ക് കൃത്യമായി അറിയാൻ പറ്റും. ഇതൊരു ട്രെൻഡോ ഫാഷനോ ഒന്നുമല്ല കേട്ടോ. ഇത് പുതിയ കാലത്തെ ബിസിനസിന്റെ ഒരു രീതിയാണ്. കാരണം എന്താണെന്നറിയോ? നമ്മളെപ്പോലുള്ള ഉപഭോക്താക്കളും പണം മുടക്കുന്ന നിക്ഷേപകരുമെല്ലാം ചോദിക്കാൻ തുടങ്ങിയിരിക്കുന്നു, നിങ്ങൾ ചെയ്യുന്നത് ശരിയാണോ എന്ന്. ആ ചോദ്യത്തിന് ഉത്തരം കൊടുത്തില്ലെങ്കിൽ കമ്പനികൾക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. ഇതിലെ രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ESG എന്നൊക്കെ പറയുന്നത് വെറും വാക്കുകളല്ല. കമ്പനികൾക്കുള്ളിൽ ഇതിന് കൃത്യമായൊരു സിസ്റ്റം തന്നെയുണ്ട്. നോക്കൂ, ഓരോ കാര്യത്തിനും ഉത്തരവാദിത്തപ്പെട്ട ആളുകളുണ്ട്. ഒരു ESG ഓഫീസർ, പിന്നെ ഓരോ വിഭാഗത്തിനും ഓരോ ലീഡ്. ഇതൊരു വെറും പറച്ചിലല്ല, ഒരു പ്രവർത്തന പദ്ധതിയാണ്. ഓക്കെ, അപ്പം നമുക്ക് ആദ്യത്തെ അക്ഷരത്തിലേക്ക് കടക്കാം. E, അതായത് എൻവയോൺമെന്റ്. ഒരു കമ്പനി നമ്മുടെ ഈ ഭൂമിയോട്, പ്രകൃതിയോട് എങ്ങനെയാണ് പെരുമാറുന്നത് എന്ന് അളക്കുന്ന ഭാഗമാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് അളക്കുക? അതിനാണ് നമ്മൾ KPIകൾ അഥവാ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന്, അവരെത്രമാത്രം കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുന്നുണ്ട്, അവരുടെ ഊർജത്തിന്റെ എത്ര ശതമാനം കാറ്റിൽ നിന്നും സൂര്യനിൽ നിന്നുമൊക്കെയാണ്, എത്ര വെള്ളം ഉപയോഗിക്കുന്നുണ്ട്, വേസ്റ്റ് എങ്ങനെ മാനേജ് ചെയ്യുന്നു, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട അളവുകൾ. ഈ ചാർട്ട് കണ്ടില്ലേ? ഒറ്റ നോട്ടത്തിൽ കാര്യം പിടികിട്ടും. ഈ കമ്പനി ഉപയോഗിക്കുന്ന ഊർജ്ജത്തിൽ 35% മാത്രമേ പുനരുപയോഗിക്കാൻ കഴിയുന്ന സോഴ്സുകളിൽ നിന്നുള്ളൂ. ബാക്കി 65% അങ്ങനെയല്ല. ഇത് കാണുന്നൊരു നിക്ഷേപകന് എളുപ്പത്തിൽ മനസ്സിലാക്കാം, ഈ കമ്പനിക്ക് ഈ രംഗത്ത് ഇനിയും ഒരുപാട് മുന്നോട്ടു പോകാനുണ്ടെന്ന്. ശരി, ഈ കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത അക്ഷരമായ എസ്സിലേക്ക് പോകാം. സോഷ്യൽ. ഇവിടെ വിഷയം മനുഷ്യരാണ്. ഒരു കമ്പനി അവരുടെ ജീവനക്കാരെയും കസ്റ്റമേഴ്സിനെയും സമൂഹത്തെയും എങ്ങനെയാണ് കാണുന്നത്, അവരോട് എങ്ങനെയാണ് ഇടപെടുന്നത് എന്നൊക്കെയാണ് ഇവിടെ നോക്കുന്നത്. പരിസ്ഥിതിയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ സാമൂഹിക കാര്യങ്ങൾക്കും കൃത്യമായ അളവുകോലുകളുണ്ട്. അവരുടെ സ്റ്റാഫിൽ സ്ത്രീകളും പുരുഷന്മാരും പല പ്രായത്തിലുള്ളവരുമൊക്കെയുണ്ടോ? ജോലിക്കാർ ഹാപ്പിയാണോ? ജോലിസ്ഥലത്ത് അപകടങ്ങളൊന്നും സംഭവിക്കുന്നില്ലെന്ന് ഉറപ്പാക്കുന്നുണ്ടോ? പിന്നെ സമൂഹത്തിനു വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രധാന ചോദ്യങ്ങൾ. ഇനി ഈ ചാർട്ടിലേക്കൊന്ന് നോക്കിക്കേ. ഈ കമ്പനിയുടെ ടാർഗറ്റ് എന്താണ്? ഓരോ ജീവനക്കാരനും 1 വർഷം 20 മണിക്കൂർ ട്രെയിനിംഗ് കൊടുക്കുക. പക്ഷേ അവർക്ക് കൊടുക്കാൻ പറ്റുന്നത് വെറും 15 മണിക്കൂറാണ്. അപ്പോൾ ഈ ഡാറ്റ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും, അവർ ലക്ഷ്യത്തിൽ നിന്ന് 5 മണിക്കൂർ പിന്നിലാണെന്ന്. ഇവിടെ മെച്ചപ്പെടാൻ അവസരമുണ്ട്. അങ്ങനെ നമ്മൾ അവസാനത്തെ അക്ഷരത്തിലേക്ക് എത്തിയിരിക്കുന്നു. G, ഗവേണൻസ്, അതായത് ഭരണരീതി. ഒരുപക്ഷേ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ഒരു കമ്പനിയുടെ നേതൃത്വം ശരിയല്ലെങ്കിൽ, അവർക്ക് ധാർമ്മികതയില്ലെങ്കിൽ, പിന്നെ Eയും Sഉം ഒന്നും ശരിയാവില്ല. ഇതാണ് എല്ലാത്തിൻ്റെയും അടിത്തറ. അപ്പോൾ ഒരു കമ്പനിയുടെ ഭരണം നേരായ വഴിക്കാണോ പോകുന്നതെന്ന് എങ്ങനെ മനസ്സിലാക്കും? അതിനും ചില സൂചകങ്ങളുണ്ട്. അവരുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ പുറത്തുനിന്നുള്ള എത്ര പേരുണ്ട്? അഴിമതിക്കെതിരെ എന്ത് നടപടികളാണ് എടുക്കുന്നത്? നമ്മുടെയൊക്കെ പേഴ്സണൽ ഡാറ്റ അവർ സുരക്ഷിതമായി സൂക്ഷിക്കുന്നുണ്ടോ? ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് Gയിൽ വരുന്നത്. ഇനി പറയാൻ പോകുന്ന കണക്ക് ശരിക്കും ശ്രദ്ധേയമാണ്. ലോകത്തിലെ വലിയ കമ്പനികളിൽ പലതും അവരുടെ ടോപ്പ് എക്സിക്യൂട്ടീവ്സിന്റെ ശമ്പളത്തിന്റെ 85% വരെ കമ്പനിയുടെ ESG പെർഫോമൻസുമായി ബന്ധിപ്പിച്ചിരിക്കുകയാണ്. അതിന്റെ അർത്ഥമെന്താണെന്നോ? കമ്പനി പരിസ്ഥിതിയെയും സമൂഹത്തെയും നന്നായി നോക്കിയാൽ മാത്രമേ അവർക്ക് ഫുൾ സാലറി കിട്ടൂ. ഇത് കാണിക്കുന്നത് അവർ ഈ വിഷയത്തെ എത്ര സീരിയസ് ആയിട്ടാണ് എടുക്കുന്നതെന്നാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ESG ഈ 3 തൂണുകളെക്കുറിച്ചും തനിത്തനിയെ മനസ്സിലാക്കി. ഇനി ഇതെല്ലാം കൂടി എങ്ങനെയാണ് ഒരുമിച്ച് ചേർത്ത് ഒരു കംപ്ലീറ്റ് റിപ്പോർട്ടായി മാറുന്നതെന്ന് നോക്കാം, അല്ലേ? ഇതൊരു ഒറ്റത്തവണ പരിപാടിയല്ല. ഇതൊരു സൈക്കിള് പോലെയാണ്.
ആദ്യം കമ്പനി ഈ പറഞ്ഞ ഡേറ്റയൊക്കെ ശേഖരിക്കും. എന്നിട്ട് അത് ഉള്ളിൽ തന്നെ ഒന്ന് വെരിഫൈ ചെയ്യും. ചിലപ്പോൾ പുറത്തുനിന്നുള്ളൊരു ഏജൻസിയെക്കൊണ്ട് ഓഡിറ്റ് ചെയ്യിപ്പിക്കും, എല്ലാം കറക്റ്റാണോ എന്നറിയാൻ. അവസാനം ഈ റിപ്പോർട്ട് എല്ലാവർക്കുമായി പബ്ലിഷ് ചെയ്യും. അവരുടെ വെബ്സൈറ്റിലോ ആനുവൽ റിപ്പോർട്ടിലോ ഒക്കെ ഇത് കാണാം. അപ്പോൾ എന്തിനാണ് കമ്പനികൾ ഇത്രയും മെനക്കെട്ട് ഈ റിപ്പോർട്ടൊക്കെ ഉണ്ടാക്കുന്നത്? ഇത് ആർക്കു വേണ്ടിയാണ്? എല്ലാവർക്കും വേണ്ടിയാണ്. പണം മുടക്കുന്ന ഇൻവെസ്റ്റർമാർക്ക്, നിയമങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് നോക്കുന്ന ഗവൺമെന്റിന്, ഏത് കമ്പനിയിൽ ജോലിക്ക് കയറണമെന്ന് ചിന്തിക്കുന്ന ചെറുപ്പക്കാർക്ക്, പിന്നെ ഏത് സോപ്പ് വാങ്ങണം, ഏത് കാർ വാങ്ങണം എന്ന് തീരുമാനിക്കുന്ന നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് വരെ ഈ വിവരങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഈ മുഴുവൻ ESG റിപ്പോർട്ടിംഗിൻ്റെയും ആത്യന്തികമായ ലക്ഷ്യമെന്താണ്? ലോകം മുഴുവൻ അംഗീകരിക്കുന്ന, കൃത്യമായി അളക്കാൻ പറ്റുന്ന, എല്ലാവർക്കും മനസ്സിലാകുന്നത്രയും സുതാര്യമായ ഒരു സിസ്റ്റം ഉണ്ടാക്കുക. അതാണ് ഗോൾ. അതുകൊണ്ട് ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് സ്വയം ചോദിക്കാവുന്ന ഒരു ചോദ്യമുണ്ട്. നമ്മൾ ദിവസവും ഇടപെടുന്ന കമ്പനികൾ, നമ്മൾ വാങ്ങുന്ന ഉൽപ്പന്നങ്ങൾ, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങൾ, അവയുടെയൊക്കെ ESG ചട്ടക്കൂട് ഇത്രയും മികച്ചതാണോ? അവർ പറയുന്നതും പ്രവർത്തിക്കുന്നതും തമ്മിൽ ബന്ധമുണ്ടോ? അടുത്ത തവണ ഒരു സാധനം വാങ്ങുമ്പോഴോ ഒരു കമ്പനിയെക്കുറിച്ച് കേൾക്കുമ്പോഴോ ഈയൊരു ചോദ്യം കൂടി മനസ്സിൽ വയ്ക്കുന്നത് നല്ലതായിരിക്കും.